ഡ്രീം ബട്ടർഫ്ലൈസിൻ്റെ കൂട്ടുകാർ യൂറോപ്പിലെ ഹൈ റേഞ്ച് കണ്ടിട്ടുണ്ടോ? എങ്കിൽ നമുക്ക് കണ്ടാലോ. നമ്മുടെ സ്വന്തം മൊട്ടക്കുന്നുകളും നല്ല ഹൈ റേഞ്ചിൻ്റെ റൂട്ടുകളും ഒക്കെ കാണണമെങ്കിൽ വെയിൽസിലേക്ക് വരണം. വെയിൽസിലെ ആംബർ സ്മിത്തിലൂടെ ഞങ്ങൾ നടത്തിയ ഒരു യാത്ര, ആ യാത്രയിലെ അതിമനോഹരമായ കാഴ്ചകൾ അത് നമുക്കൊന്നിച്ച് കാണാം. എവിടെ നോക്കിയാലും പച്ച വിരിച്ച പുൽത്തകിടിയും മൈതാനങ്ങളും മൊട്ടക്കുന്നുകളും മാത്രം. അതിമനോഹരമാണ് ഈ യാത്ര. ഇത് വാലി ഓഫ് റിവർ എസ്റ്റിമത്ത്, ഡെവിൾസ് ബ്രിഡ്ജിന് സമീപമുള്ള വെയിൽസിലെയും പോണ്ട് റൈഡ് വൈഗ്രോസിലെയും ഒരു വില്ലേജാണ് ഇത്. മുൻപ് പുരാതന ബ്രിട്ടീഷുകാരുടെ കാലത്തും റോമൻ അധിനിവേശ കാലത്തും ഈയത്തിനായി ഖനനം നടത്തിയിരുന്നു എന്നത് ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എലിസബത്ത് ഒന്നിൻ്റെ കാലത്തായിരുന്നു ഈ ഖനനങ്ങളെക്കുറിച്ചുള്ള ആദ്യ ഡോക്യുമെൻറ്റേഷൻ നടന്നിരുന്നത്. ഇതുവഴി വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ സീതത്തോടിൻ്റെ സമീപമുള്ള സീതമുടിയിലെ താഴ്വശത്തുകൂടെ വണ്ടി ഓടിക്കുന്ന പോലെയൊക്കെ തോന്നും. അതിമനോഹരമായ ചെറിയ പുഴയും അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന റൈഡേഴ്സും നമുക്ക് ഹരം കൊള്ളിക്കുന്ന കാഴ്ചകളാണ്. റൈഡേഴ്സിൻ്റെ ഇഷ്ട റൂട്ടാണ് ഈ വാലി. റിവർ വൈയുടെ ചെറിയ ശാഖകളാണ് ഈ ഒഴുകിപ്പോകുന്നത്. എവിടെ നോക്കിയാലും ചെറിയ മൊട്ടക്കുന്നുകളും പുഴകളും വെള്ളച്ചാട്ടവും മാത്രം. അതിനെ മുറിച്ച് അതിപുരാതന പാലങ്ങളും. വർണ്ണാഭമായ കാഴ്ചകളുടെ അത്ഭുത ലോകത്തൂടെയാണ് നമ്മൾ പോകുന്നത്. മൊട്ടക്കുന്നുകൾക്ക് നടുവിലുള്ള ചെറിയ റോഡുകളിലൂടെ ഒഴുകി വരുന്ന കാറുകൾ കാണുവാൻ തന്നെ ഒരു മനോഹരമായ കാഴ്ചയാണ്. ഏലൻ വാലി താഴ്വരയിലെ ആദ്യ അണക്കെട്ടാണ് ക്രേഗ് ഗോച്ച് അണക്കെട്ട്. ഏലം വാലിയുടെ താഴ്വരയിൽ 4 റിസർവെയറുകളാണ് ഉള്ളത്. 1897 ആരംഭിച്ച് 1904 ഇത് പൂർത്തിയായത്. ഈ ഏലം വാലി താഴ്വരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ 72 ചതുരശ്ര മൈലുകൾ ലൈറ്റ് പൊല്യൂഷനിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നു. ആളുകൾക്ക് രാത്രി ആകാശത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് പഠിക്കാനും ആസ്വദിക്കാനും വേണ്ടിയാണ് ഈ സ്ഥലം അങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ UK ജനസംഖ്യയുടെ 10% മാത്രമാണ് യഥാർത്ഥമായ രാത്രി ആകാശം ആസ്വദിക്കുന്നത്. ലൈറ്റ് പൊല്യൂഷൻ നമ്മുടെ ആരോഗ്യത്തെയും മൃഗങ്ങളുടെ ഊർജത്തെയും എല്ലാം ബാധിക്കുന്ന ഒരു ഘടകമാണ്. 2015 ഏലൻ വാലി ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് പദവി നേടി. ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും എന്നാൽ പൊതുവായി ആക്സസ് ചെയ്യാവുന്നതുമായ ഒരു പാർക്കായി ഇത് മാറി. ഇത് 2ാമത്തെ റിസർവറാണ്. ഈ റിസർവുകളുടെ എല്ലാം പ്രത്യേകത, ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ അത് ഓവർഫ്ലോ ചെയ്യും. ആ സമയത്ത് നമുക്കത് കാണാൻ സാധിക്കുവാണെങ്കിൽ അത് അതിമനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. ഈ റിസർവോറുകളുടെ എല്ലാം പ്രധാന ലക്ഷ്യം ബർമിംഗ്ഹാമിൽ ശുദ്ധജലം എത്തിക്കുക എന്നത് തന്നെയാണ്. ഏലൻ നദിയുടെ താഴ്വരയിൽ നിർമ്മിച്ച 4 അണക്കെട്ടുകളിൽ ഏറ്റവും താഴ്ന്നതാണ് കബൻ കോച്ച്. മറ്റ് അണക്കെട്ടുകളെ വെച്ച് നോക്കുമ്പോൾ
ഇത് ഏറ്റവും ലളിതവും പ്രവർത്തനക്ഷമവുമാണ്. ഈ അണക്കെട്ടിൽ വെള്ളം നിറഞ്ഞതിന് ശേഷം അത് ഓവർഫ്ലോ ചെയ്യുമ്പോൾ പ്രകൃതിദത്തമായ ഒരു വെള്ളച്ചാട്ടം പോലെ നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ അണക്കെട്ടുകളുടെ എല്ലാം ഉടമസ്ഥാവകാശം കെമറു വെൽഷ് വാട്ടറിനാണ്. അവർക്കാണ് ഇതിൻ്റെ വിതരണ അവകാശവും. ഈ താഴ്വരയിലെ വെള്ളത്തിൻ്റെ പ്രത്യേകത ഇത് അസാധാരണമായ വിധം മൃദുവാണ് എന്നുള്ളതാണ്. അണക്കെട്ടിന് താഴെയുള്ള ഈ 2 കെട്ടിടങ്ങളിലും ടർബൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുന്നു. അബർസ്മിത്ത് ഒരു സീസൈഡ് ടൗൺ ആണ്. ഹിസ്റ്റോറിക് കൗണ്ടിയായ കാർഡിങ്ഷയറിലാണ് അബർസ്മിത്ത് സ്ഥിതി ചെയ്യുന്നത്. വെയിൽസിലെ മേജർ എഡ്യൂക്കേഷൻ ലൊക്കേഷൻ ഈ അബർസ്മിത്ത് ആണ്. 1872 യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് വെയിൽസ് സ്ഥാപിതമായപ്പോൾ തൊട്ടാണ് അബർസ്മിത്തിന് ഈ ഒരു പ്രാധാന്യം കൈവന്നത്. യെസ്റ്റ്വിത്ത് നദിയുടെയും അഫോൺ റൈഡോൾ നദിയുടെയും സംഗമ സ്ഥലമാണ് അബർസ്മിത്ത്. ഹാർബർ റീകൺസ്ട്രക്ഷൻ ചെയ്തപ്പോൾ യെസ്റ്റ്വിത്ത് നദി ടൗണിനെ ചുറ്റിയാണ് ഒഴുകുന്നത്. നീണ്ട സുന്ദരമായ ഒരു കടൽ തീര നഗരം. ഇത് ടാൽ വൈ ലിൻ ലേക്ക് അല്ലെങ്കിൽ ടാലിയൻ ലേക്ക് അല്ലെങ്കിൽ ലിൻ മെഗുൾ എന്നും ഇതറിയപ്പെടുന്നു. ആയിരത്തി 1976 ന്യൂമറി മെഡൽ ജേതാവ് സൂസൻ കൂപ്പർ ഈ തടാകത്തെ ഗ്രേ കിങ് എന്ന ടെസ്റ്റിൻ്റെ പശ്ചാത്തലമായി ഉപയോഗിച്ചു. സ്നോഡോണിയ മൗണ്ടൻസിൻ്റെ നോർത്ത് ഭാഗത്താണ് ടാൽ വൈലിൻ തടാകം സ്ഥിതി ചെയ്യുന്നത്. ആരെയും കൊതിപ്പിക്കുന്ന ഒരു ആംബിയൻസ് ആണ് ഈ ലേക്കിനുള്ളത്. പെയിൻറ്റിങ്ങുകൾ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടകേന്ദ്രം കൂടിയാണ് ഈ ലേക്കിൻ്റെ തീരം. ആംബർസ്മിത്ത് റോഡുകളിലൂടെയുള്ള ചെറിയ കുറച്ച് വീഡിയോകളും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എത്ര ഡ്രൈവ് ചെയ്താലും ഒരു മടുപ്പും തോന്നാത്ത അതിമനോഹരമായ സ്ഥലം. കാറിൻ്റെ ഡാഷ് ക്യാമിലുള്ള വീഡിയോകളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. കാഞ്ഞിരപ്പള്ളിക്കാരനായ എനിക്ക് നമ്മുടെ ഹൈ റേഞ്ചിൽ കൂടെയുള്ള ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വാഗമണ്ണും പാഞ്ചാലിമേടും പരുന്തുംമാറയിലും ഒക്കെ കൂടി, പിന്നെ നമ്മുടെ തങ്ങൾപ്പാറ റൂട്ടൊക്കെ. എന്നാലും ഒരു പടി മുമ്പിലാണ് ഈ റൂട്ടുകളിൽ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. ഒരു വണ്ടിക്ക്
കഷ്ടിപ്പോകാനുള്ള ഇടം മാത്രമേ ഈ റൂട്ടുകളിലുള്ളൂ. എങ്കിലും ദൂരെ നിന്ന് ഒരു വണ്ടിയെ കാണുവാണെങ്കിൽ നമ്മൾ ഒതുക്കി എവിടെയാണോ പാർക്കിംഗ് ഉള്ളത് അവിടെ ഒതുക്കി കൊടുക്കുന്നു. ഇത്ര ചെറിയ റൂട്ടിലും എതിരെ വരുന്ന വണ്ടിക്കാരും നമ്മളും ഒരേപോലെ ആസ്വദിച്ച് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാറില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.